രേണു തൻ്റെ ആരോഗ്യ പ്രശ്നമൊക്കെ പുറത്ത് പറഞ്ഞതിന് ശേഷം എല്ലാവരും രേണുവിന് സപ്പോർട്ടായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് രേണുവിനെ എതിർത്ത് സംസാരിച്ചവർ വരെ രേണുവിന് സപ്പോർട്ടായിട്ട് വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മെയിനായിട്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്ന കിച്ചു ചെന്നിട്ട് രേണുവിനെ കാണുമോ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിച്ചു ഉണ്ടെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കുറേയധികം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് ഏതോ ഒരു തുണി ബ്രാൻഡ് പോലെയൊക്കെ തുടങ്ങിയിട്ട് അത് വിൽക്കുന്ന കാര്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട്. അതിന് താഴെ വന്നിട്ടൊക്കെ കുറേയധികം പേര് ഇത് കണക്ക് കിച്ചുവിൻ്റെ അടുത്ത് പോയി രേണുവിനെ കാണണം, ഈ സമയത്തല്ല പിണങ്ങിയിരിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കിച്ചു രേണുവിനെ പോയി കണ്ടതായിട്ട് എന്തെങ്കിലും ഫോട്ടോയോ ഒന്നും പുറത്തോ വീഡിയോസൊന്നും പുറത്ത് വന്നിട്ടില്ലായിരുന്നു. ഇതിന് ശേഷം ഇപ്പം രേണുവിൻ്റെ ഇഷ്ടപ്പെടുന്ന കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു കിച്ചുവിന് ഇട്ട വീഡിയോസിന് താഴെ വന്നിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് കമൻസ് ഇടും. നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഈ സമയത്താണോ ഇതുപോലുള്ള വൈരാഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തായാലും നിൻ്റെ അമ്മയെപ്പോലെ അല്ലല്ലോ, നിന്നെ ഇത്രയും നാളെങ്കിലും നോക്കിയില്ലേ അവർ, എന്നിട്ട് പോലും അവരെ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും പോയി കാണാൻ നിനക്ക് പറ്റത്തില്ല, അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്കെന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് കിച്ചുവിനെതിരെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇതുവരെ കിച്ചു അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്കും തോന്നി കിച്ചു ഒന്ന് പോയി കണ്ടാൽ നല്ലതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയണോ എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് കിച്ചു പോയി കണ്ടാൽ നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു.